വാർത്തയിലേക്ക് പോകാം. പോലീസുകാർക്ക് നേരെ കോൺഗ്രസ് നേതാവിന്റെ ഭീഷണി. കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി ടി ജയകൃഷ്ണന്റേതാണ് ഭീഷണി സന്ദേശം. ഇത്തവണത്തെ ഓണം അവസാനത്തെ ഓണമായിരിക്കുമെന്നാണ് പോസ്റ്റിൽ പറയുന്നത്. വിവരങ്ങളുമായി അർജുൻ കല്യാട് ചേരുന്നുണ്ട്. അർജുൻ, ഈ കോൺഗ്രസ് നേതാവിന്റെ ഭീഷണി ഏത് സാഹചര്യത്തിലാണ്, എന്താണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്? റോഷ്നി, അതായത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടുള്ള മർദ്ദിച്ച സംഭവം എല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ്. ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഇത്തരമൊരു ഭീഷണിയുമായി കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ടി ജയകൃഷ്ണൻ ഒരു ഫേസ്ബുക്കിൽ കുറിപ്പ് ഇട്ടിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സർവീസിലിരിക്കെയുള്ള അവസാനത്തെ ഓണമായിരിക്കും എന്നുള്ളതാണ് ഭീഷണി സന്ദേശമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വളരെ പ്രകോപനപരമായ രീതിയിലുള്ള നിരവധി പ്രസംഗങ്ങളും നിരവധി പോസ്റ്റുകളുമൊക്കെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഇത്തരം ഒരു ഭീഷണി രേഖപ്പെടുത്തിയ സംഭവം ഉണ്ടായത്. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ എവിടെ കിട്ടിയാലും കൈകാര്യം ചെയ്യണമെന്നും കണ്ണൂരിൽ കാല് കുത്തിയാൽ ഞങ്ങൾ നോക്കിക്കോളാം എന്ന രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസിൻ മജീദും കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ DCC ജനറൽ സെക്രട്ടറി ടി ജയകൃഷ്ണൻ ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച കുന്നംകുളം പോലീസുകാരുടെ സർവീസിലിരിക്കെയുള്ള അവസാനത്തെ ഓണമായിരിക്കും എന്നുള്ളതാണ് ആ പോസ്റ്റിനകത്ത് സൂചിപ്പിക്കുന്നത്. ഈ 4 പോലീസ് ഉദ്യോഗസ്ഥരുടെ ചിത്രവും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു പോസ്റ്റർ അത് ഫേസ്ബുക്കിൽ ഇടുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ആലോചിച്ചുറപ്പിച്ചതിന് ശേഷം തന്നെയാണ് ഈ പോസ്റ്റ് ടി ജയകൃഷ്ണൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും നേതാക്കൾ പ്രകോപനപരമായ രീതിയിൽ ഭീഷണി ഉയർത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഈ ഉദ്യോഗസ്ഥർക്ക് തന്നെ ഭീഷണി ഉയർത്തിക്കൊണ്ടുള്ള പോസ്റ്റുകളും പ്രസംഗങ്ങളും ഒക്കെ തുടർച്ചയായ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. റോഷ്നി, ശരി, ഈ കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തിന് ശേഷമാണ് ഇപ്പോൾ കോൺഗ്രസ് ഒരു പ്രവർത്തകന്റെ ഭീഷണി ഉണ്ടായിരിക്കുന്നത് പോലീസുകാർക്ക് നേരെ.